എല്ലാവരും കൂടെ തീരുമാനമെടുത്തു പുതിയൊരു സമിതിയെ ഏൽപ്പിക്കാൻ. ആ സമിതിയുടെ അധ്യക്ഷനെ അല്ലെങ്കിൽ കൺവീനറിനെയാണ് ഇന്നലെ മ്ലേച്ഛമായ ഒരു ഫോൺ കോൾ ചോർത്തിക്കൊണ്ട് കോടതിയിൽ പോയി ഒഴിവാക്കിയത്. ഞങ്ങൾ കയ്യും കാലും പിടിച്ചാണ് രമേശ് പിഷാരടി അവിടെ ഇരുത്തിയത്. രമേശിന്റെ ഒരു നയം, അനുരഞ്ജനം, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും ഞങ്ങൾ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ അദ്ദേഹം അവിടെ കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ കോൺഗ്രസ് അവിടെ കളിക്കില്ല എന്ന ഉത്തമ വിശ്വാസമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിനോട് അയിത്തമില്ല. BJP ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. CPM കാരുണ്ട്, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ ഈ വർഗീയവൽക്കരണം ബോളിവുഡിലൊക്കെ നടന്നിട്ടുള്ളത് പോലെ സിനിമ സംഘടനകളെ പിടിച്ചുകൊണ്ട് സിനിമയെ മാറ്റിക്കൊണ്ട് ഒരു നാട്ടിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമത്തിനെ മുളയിലെ നുള്ളാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചന കുറ്റമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട്.